പിന്നെ ഇയാൾ ചോദിക്കണം വാഹനത്തിന്റെ സക്കാത്താണ്. വാഹനത്തിനൊന്നും സക്കാത്തില്ല. അല്ലെ കാറുകൾ ഒരു 3-4 ഒക്കെ ഉണ്ട്. കച്ചവടക്കാരാണേ ഉണ്ടോ? കച്ചവടക്കാരനാണ്, വണ്ടി കച്ചവടമാണ് മൂപ്പർക്ക്. അപ്പൊ ആ കാറിന്റെ ഒക്കെ നല്ല വില കിട്ടിയാൽ ലാഭം കിട്ടുമ്പോൾ ഇങ്ങനെ കൊടുക്കും. അതിന് വേണ്ടി വാങ്ങിയ കാറാണ്. അയാളെ കാറിന് ഏതുണ്ട് സക്കാത്ത്? കച്ചവടത്തിന്റെ സക്കാത്ത് 2.5% അതിനുണ്ട്. വില കെട്ടിയിട്ട് കിട്ടുന്ന റേറ്റിന്റെ കൊല്ലം കഴിയുമ്പോൾ കിട്ടുന്ന കാറൊക്കെ പാടൊന്ന് കൂട്ടി കച്ചവടക്കാർ ഇപ്പോൾ ഒരു 10 ഉണ്ടാകെങ്കിൽ അതിനൊക്കെ പാടെ പോയി എത്ര ഉറുപ്പ്യ കിട്ടുകയെന്നെങ്കിൽ അതിന്റെ 2% കൊടുക്കേണ്ടത്. പിന്നെ സ്വർണം എന്ന് പറയണമെങ്കിൽ ശുദ്ധ ഹലാലായ ആഭരണത്തിന് സക്കാത്തില്ല. അത് ഹറാമാവുമ്പോഴേ എന്തുള്ളൂ സക്കാത്തുള്ളൂ. ഹറാം എപ്പോഴും അത് ധൂർത്താവുമ്പോൾ. ധൂർത്ത് പറയണമെങ്കിൽ ഉദാഹരണം പറഞ്ഞത് 200 മിസ്കാൽ കൊണ്ടൊക്കെ ഏതുണ്ടാക്കുക, തണ്ടുണ്ടാക്കുക കാലുമക്ക്. 200 മിസ്കാൽ പറഞ്ഞാൽ 20 മിസ്കാലാണെങ്കിൽ 10 പവന്. അപ്പോൾ 200 മിസ്കാൽ പറഞ്ഞാൽ 105 പവനൊക്കെ ഉണ്ടാവില്ലേ? 105 പവൻ എന്ന് പറഞ്ഞാൽ 1 കിലോന്റെ അടുത്തായില്ലേ? 1 കിലോ പൊന്നോണ്ടൊക്കെ പാടെ തണ്ടുണ്ടാക്കുക പറഞ്ഞാൽ ഭയങ്കര ദൂരത്തല്ലേ, ഭംഗിയല്ലല്ലോ. ആ ജാതിയൊക്കെ ആരും ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ 100 പവനം കൊണ്ട് അരിക്കും കൗത്തുക്കും തലിക്കും ഒക്കെ പാടെ 500 പവനം കൊണ്ടാണെങ്കിൽ പോലും അതിനൊന്നും സക്കാത്ത് കൊടുക്കേണ്ടതെന്നാണ് ഷാഫി മതം. കെട്ടണമെന്നൊന്നുമില്ല. അത് കുട്ടിക്ക് ഉണ്ടാക്കിയതാണ് 500 പവനം. കുട്ടി കെട്ടിയിട്ടൊന്നുമില്ല. കുട്ടി ഇങ്ങനെ മുക്കൊക്കെ കെട്ടാൻ നടക്കണേ, അല്ലെങ്കിൽ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ വള കെട്ടാൻ നടക്കണേ. ഇതോടെ ഉണ്ടാക്കിയ വെച്ചും ചെയ്തിരിക്കണം. ഇത് സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ? അല്ല, ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ ഉപയോഗിക്കണില്ല, ലോക്കറിൽ കൊണ്ടുപോയി വെച്ചേക്കുക. എന്നാലും എന്താക്കണ്ടില്ല, സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഈ ആഭരണമൊക്കെ കേടുന്നവിടെ കിടക്കുന്നുണ്ട്. അത് ഇനി ഉരുക്കാതെ നന്നാക്കാൻ പറ്റൂല, ആ കണ്ടീഷൻ അയക്കണ്. എന്നാൽ ഈ പറഞ്ഞ 10 പവന് 85 ഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടി വരും. കേട് നടക്കണേ. കേടൊന്നും വരാതെ ഇങ്ങനെ കെട്ടണമില്ല, അവിടെ ഇങ്ങനെ പാത്തിച്ചേക്കുക. അതിനൊന്നും കൊടുക്കണ്ട. ഇപ്പൊ 1 കിലോ കൊണ്ട് തണ്ടൊക്കെ ഉണ്ടാക്കും മാത്രം കൊടുത്താൽ മതി. പിന്നെ ആണുങ്ങൾക്ക് ആഭരണം ഉണ്ടാക്കൽ ഹറാമാണ്. ആണുങ്ങൾക്ക് വെച്ചിട്ട് ആഭരണം ഉണ്ടാക്കണേ ഹറാമാണ്. അപ്പൊ 10 പവനൊക്കെ ആണുങ്ങൾക്ക് ഉണ്ടാക്കിയെങ്കിൽ ആണുങ്ങളുടെ പേര് പറഞ്ഞ് ഉണ്ടാക്കിയാലും അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഞാൻ എല്ലാ കൊല്ലം പറയലുണ്ട്, പുതിയാപ്പിള ഇറങ്ങുമ്പോഴൊക്കെ ആങ്ങളൊക്കെ ഒരു മോതിരമൊക്കെ ഇട്ട് കൊടുക്കൂലേ? കോയമ്പനട്ടിനോ? എനിക്കൊന്നും ഏതായാലും കിട്ടിയില്ല, അത് ധൈര്യമായിട്ട് പറയാം. കിട്ടുന്നൊക്കെ പ്രതീക്ഷിച്ചിന്, കിട്ടിയിട്ടില്ല. ചിലർക്ക് അമ്മായിമാരും കൊടുക്കലുണ്ടെന്നൊക്കെ. നമ്മളൊക്കെ പെണ്ണിട്ടിയെന്ന ആ കാലഘട്ടമാണ്. നമുക്ക് ഏതും കിട്ടിയിട്ടില്ല. അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. ആ മോതിരം കിട്ടിയാലൊക്കെ സക്കാത്ത് കൊടുക്കണം. ഏതുണ്ടെങ്കിൽ 10 പവൻ ഉണ്ട്.